ഹായ് ഓൾ, വെൽക്കം ടു മിനിറ്റ്. എല്ലാവരും ഇപ്പോൾ വുമൺ സിവിൽ എക്സൈസ് ഓഫീസറുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള അശ്രാന്ത പരിശ്രമത്തിലായിരിക്കും അല്ലേ? നമ്മുടെ ലാസ്റ്റ് ഘട്ടം എത്തി. ഇനി പരീക്ഷയ്ക്ക് ഇനി വെറും 2 ആഴ്ച മാത്രമേ നമ്മുടെ മുന്നിൽ സമയമുള്ളൂ. പരീക്ഷ വരുന്നത് ഫെബ്രുവരി 7-ാം തീയതി അല്ലേ? ലാസ്റ്റ് ഘട്ടം. ഇനി കൂടിപ്പോയാൽ ഒരു 2 ആഴ്ചയാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ 2 ആഴ്ച നമ്മൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നതാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു പരീക്ഷ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുന്ന ഒരു പരീക്ഷയായി മാറും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒരു മാറ്റവും വരുത്തരുത്, ഡൗൺ ആവരുത്. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കോളുക. അപ്പോൾ പരീക്ഷ വരുന്നത് എന്നാണ്? ഫെബ്രുവരി 7-ാം തീയതിയാണ് അല്ലേ? എത്ര പേര് ഈ പരീക്ഷ എഴുതുന്നുണ്ടെന്ന് അറിയാമോ? ഓരോ ജില്ലയിലെ കണക്കെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ജില്ലയുടെയും കണക്കുകൾ ടോട്ടൽ ചെയ്താൽ 3 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികളാണ് ഈ ഒരു പരീക്ഷ എഴുതുന്നത്. ശരിക്കും കണക്ക് നോക്കുകയാണെങ്കിൽ 3,29,981 പേരാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്, അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പം അതിലൊരാളാണ് നിങ്ങൾ. അപ്പം എന്ത് ചെയ്യുക? ആ ഒരു വീറും വാശിയോടും കൂടി വേണം നിങ്ങൾ ഈ ഒരു പരീക്ഷയെ കാണാൻ. അപ്പോൾ ഒരു സമയം നിങ്ങൾ വെറുതെ കളയരുത്. ഇനിയുള്ള സമയം എന്ന് പറയുന്നത് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഫോക്കസ് ചെയ്ത് പോവുക. അപ്പോൾ നമുക്കിത് നോക്കിയാലോ എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ ആവുന്നത് 24-ാം തീയതിയാണ്. ജനുവരി 24-ാം തീയതി മുതൽ അഡ്മിഷൻ ടിക്കറ്റ് വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിലൂടെ അഡ്മിഷൻ ടിക്കറ്റ് എടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ഇതിൻ്റെ സിലബസ് എന്ന്. സിലബസ് എങ്ങനെയാണ് നമുക്കറിയാം. പൊതുവിജ്ഞാനം എന്ന് പറയുന്ന വൈഡ് ഏരിയ ഉണ്ട്. അതിൽ ഒരുപാട് സബ് ടോപ്പിക്സ് ഉണ്ട് അല്ലേ? 9 സബ് ടോപ്പിക്സുകളാണുള്ളത്. ഹിസ്റ്ററി 5 മാർക്ക്, ഭൂമിശാസ്ത്രം 5 മാർക്ക്, ധനതത്വശാസ്ത്രം 5 മാർക്ക്, ഇന്ത്യൻ ഭരണഘടന 8 മാർക്ക്, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും 3 മാർക്ക്, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 4 മാർക്ക്, ഭൗതിക ശാസ്ത്രം 3 മാർക്ക്, രസതന്ത്രം 3 മാർക്ക്, കല, കായികം, സാഹിത്യം, സംസ്കാരം 4 മാർക്ക്. ഇപ്പൊ വെയിറ്റേജ് പോയിരിക്കുന്നത് ആ സെക്ഷനിൽ അറിയാലോ, പൊതുവിജ്ഞാനം അല്ലെങ്കിൽ ജനറൽ നോളജ് എന്ന് പറയുന്ന സെക്ഷനിൽ അതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് ഇന്ത്യൻ ഭരണഘടനയ്ക്കാണ്. അപ്പൊ ആ ഒരു സെക്ഷൻ നിങ്ങൾ വളരെ ഊന്നൽ കൊടുത്ത് തന്നെ അതിൽ നിന്ന് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് തന്നെ ഓരോരോ സെക്ഷൻ മീൻസ് അതിൻ്റെ സബ് ടോപ്പിക്സുകൾ പഠിക്കാൻ ശ്രമിക്കുക. കാരണം വെയിറ്റേജ് ഏറ്റവും കൂടുതലുള്ള ആ ഒരു സെക്ഷനിലാണ്. പിന്നെ ഉള്ളത് എന്താണ്? നമ്മുടെ കറണ്ട് അഫയേഴ്സ് അല്ലേ? 10 മാർക്കാണ്. അപ്പോൾ ഇപ്പം റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ചേഞ്ചസ് കേരളത്തിൽ എന്തെങ്കിലും പുതിയ പദ്ധതികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്തെടുക്കുക. കാരണം നമുക്ക് അതൊക്കെ പദ്ധതികളെ പറ്റിയിട്ടൊക്കെ പരീക്ഷയ്ക്ക് ഇപ്പം ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് എന്താണ്? ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും. എത്ര മാർക്കാണ് വെയിറ്റേജ്? 10 മാർക്കാണ് വെയിറ്റേജ് അല്ലേ? അതുപോലെ ജനറൽ ഇംഗ്ലീഷിന് 10 മാർക്ക് വെയിറ്റേജ്, പ്രാദേശിക ഭാഷയായ മലയാളത്തിന് 10, സ്പെഷ്യൽ ടോപ്പ് 20. അപ്പോൾ 10, 10, 10 അത് കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യണം? PYQs ചെയ്യണം. മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെയ്യുക. സിവിൽ പോലീസ് ഓഫീസറുടെ, അതുപോലെ സിവിൽ എക്സൈസ് ഓഫീസറുടെ, അങ്ങനെയുള്ള നമുക്ക് അതായത് ഒരു യൂണിഫോം തസ്തികയുടെ എല്ലാ പരീക്ഷകളും എഴുതിയിട്ട് എന്ത് ചെയ്യുക? ഈ ഒരു സെഷൻസിൽ 30 മാർക്കും നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുക. പിന്നെ ഉള്ളത് സ്പെഷ്യൽ ടോപ്പിക്കാണ്. ആ സ്പെഷ്യൽ ടോപ്പിക്കിൽ 20 മാർക്ക് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചാൽ ആ 20 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സമയവും നിങ്ങൾ എന്ത് ചെയ്യുക? അത് റെഫറൻസ് വെക്കുക. കാരണം നിങ്ങൾ ഈ ഒരു ജോലി കിട്ടിയാലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയേണ്ടതാണ്. അപ്പോൾ എന്ത് ചെയ്യുക? അത് ഇപ്പോഴേ അതൊരു പ്രാക്ടിക്കലാക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ഒരു 20 മാർക്കും നിങ്ങൾക്ക് ഷുവറായിട്ട് നേടാൻ സാധിക്കും. അപ്പം നമുക്ക് എങ്ങനെ ഈ ഒരു പഠനം, ഇനിയുള്ള സമയം എങ്ങനെ പഠനത്തെ ക്രമീകരിക്കാൻ നോക്കാം. രാവിലത്തെ സമയം, അതായത് 6 മുതൽ 9 വരെയുള്ള സമയം എന്ന് പറയുന്നത് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കും. പുതിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പഠിച്ച കാര്യങ്ങളിൽ തന്നെ നമ്മളോട് മറന്നു പോകാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ നമ്മുടെ ഒരു വീക്കർ സെഷൻ എന്ന് പറയുന്ന ഭാഗമായിരിക്കണം ഇതിൽ ഊന്നൽ കൊടുക്കേണ്ട. പുതിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇനി പുതിയ കാര്യങ്ങൾ പഠിക്കാനല്ല, നമ്മൾ വീക്കായിരിക്കുന്ന സെക്ഷനിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, നമ്മളോട് മറന്നു പോകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഒന്നുകൂടി റീതിങ്ക് ചെയ്യാനുള്ള സമയമാണ് രാവിലത്തെ സമയം. ഇനി ഉച്ച സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൂര്യൻ്റെ ഈ ഒരു ചൂടൊക്കെ കൊണ്ട് നമ്മളും ഭയങ്കര ക്ഷീണിതരായിരിക്കും. ആ സമയത്ത് വേണം നമ്മൾ എഴുത്ത് പരിപാടികൾ നടത്താൻ. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, മോക്ക് ടെസ്റ്റുകൾ, ടെസ്റ്റ് സീരീസ്, അങ്ങനെയുള്ള നിങ്ങൾക്ക് അതായത് പ്രാക്ടീസ് ചെയ്യേണ്ട സമയമാണ് നമ്മൾ ഉച്ചക്കേത്ത സമയം എന്ന് പറയുന്നത്. അതായത് 2 മണി മുതൽ 4 മണി വരെ. അത് കഴിഞ്ഞ് വൈകിട്ടായിരിക്കും എന്ത് ചെയ്യുക? നമുക്ക് കുറച്ച് റിലാക്സ്ഡ് ആയ സമയമാണ് അല്ലേ? അപ്പം നമ്മൾ ഇങ്ങനത്തെ കഥ പോലെ കേൾക്കുന്നത് അല്ലെങ്കിൽ വീഡിയോസൊക്കെ കാണാൻ പറ്റുന്ന സമയം അതാണ്. അപ്പം നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാം, അല്ലെങ്കിൽ ഹിസ്റ്ററി കണ്ടന്റ് വൈസ് ആയിട്ടുള്ള വീഡിയോസ് കാണാം. അത് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോട്ട്സുകൾ തയ്യാറാക്കാം. കാരണം ഇതൊക്കെ നമ്മൾ പഠിച്ചതായിരിക്കും. പക്ഷേ ഒന്നുകൂടി ആരെങ്കിലും പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയ്യോ ഞാനിത് വിട്ടുപോയല്ലോ, അത് റിലേറ്റ് ചെയ്ത് നമുക്ക് ആ പോയിന്റ് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ഓൺ ചെയ്യാൻ പറ്റും. അപ്പം ഈ രീതിയിൽ നമ്മൾ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഈ ഒരു 14 ദിവസം നമ്മൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും.
പിന്നെ എന്താണ് അതിൽ ഞാൻ കറണ്ട് അഫയേഴ്സ് മാത്രമല്ല കണ്ടന്റ് വൈസ് എന്ന് പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക് തന്നെയാണ്. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിന് നല്ല ഊന്നൽ കൊടുക്കുക. 20 മാർക്ക് നിങ്ങൾക്ക് 20, 30, 50, 10, 60 മാർക്ക് കിട്ടാൻ ഒരു പാടും ഇല്ലാത്തതാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. കൂടാതെ എന്ത് ചെയ്യണം, നമ്മുടെ കണ്ടന്റ് വൈസുള്ള റെക്കോർഡഡ് വീഡിയോസോ അല്ലെങ്കിൽ പിന്നെ അത് റിലേറ്റഡ്, കാരണം നമുക്കിപ്പോൾ ഇഷ്ടംപോലെ നോട്ട്സുകളും PDF നോട്ട്സുകളും വീഡിയോസൊക്കെ ഇഷ്ടംപോലെ അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. മറ്റ് നമ്മുടെ എൻ്റർടൈൻമെൻറ്റിനെയൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് ചവിട്ടി പിടിക്കുക. അപ്പോൾ ഓർത്ത് വെക്കുക, ഇപ്പം നമ്മുടെ ക്വിക്ക് റിവിഷൻ നടത്തേണ്ട സമയമാണ്. നമ്മളിപ്പോൾ SSLC പരീക്ഷയും +2 ആണെങ്കിലൊക്കെ നമ്മൾ പറയില്ലേ കൗണ്ട് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഓരോരോ ദിവസം നമ്മൾ കൗണ്ട് ഇങ്ങനെ എങ്ങനെയാണ് ആദ്യം എന്ത് ചെയ്യും 14, 13, 12 അങ്ങനെ വന്ന് അവസാനം എന്ത് ചെയ്യും പരീക്ഷയുടെ തലേന്നെത്തും. അപ്പോൾ അതിന് വേണ്ടി അതേപോലെ തന്നെ ആയിരിക്കണം നിങ്ങൾ ഈ ഒരു സമയം എന്ത് ചെയ്യുക, ക്വിക്ക് റിവിഷൻ ആയിരിക്കണം. അതായത് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യുക. നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഷോർട്ട് നോട്ട്സുകൾ ഒന്നുകൂടി വായിച്ച് മനസ്സിലാക്കി അത് റിലേറ്റ് ചെയ്തിട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പഠിച്ചിരിക്കുന്നത് അതൊക്കെ നോക്കേണ്ട ഒരു സമയമാണ് നമ്മുടെ ഈ ലാസ്റ്റ് മൊമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, സ്പെഷ്യൽ ടോപ്പിക്കിലെ അബ്കാരി നിയമങ്ങൾ, മയക്കുമരുന്നിനെതിരെയുള്ള നിയമങ്ങൾ, വിമുക്തി മിഷൻ, എക്സൈസ് വകുപ്പിന്റെ ഘടന എന്നിവയൊക്കെ എന്ത് ചെയ്യണം, വായിച്ച് മനസ്സിലാക്കി അതൊന്നുകൂടി മനസ്സിനെ ഉറപ്പിക്കാൻ ശ്രമിക്കണം. ഡൗട്ട്സ് ഉണ്ടാവാൻ പാടില്ല. അതിനാണ് ഒന്നുകൂടി അത് വായിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത്. പിന്നെയോ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന വെയിറ്റേജ് എത്രയായിരുന്നു? 8 മാർക്കാണ് വെയിറ്റേജ്. അപ്പോൾ അതിൻ്റെ മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, സുപ്രീം കോടതി, ഹൈക്കോടതി എന്നിവയിലെ പ്രധാന ആർട്ടിക്കിളുകൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആവർത്തിച്ച് വായിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ അത് മറന്നു പോവില്ല. അതുപോലെ നമ്മൾ PYQs ചെയ്യുമ്പോൾ തന്നെ അറിയാം എങ്ങനെയാണ് പരീക്ഷയുടെ പാറ്റേൺ പോകുന്നത്. അതുപോലെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ഏതൊരു ഭാഗത്തു നിന്നാണ് വരുന്നതെന്നൊക്കെ നമുക്ക് അതിലൂടെ മനസ്സിലാവും. അതിനെന്ത് ചെയ്യണം, നമ്മൾ PYQs ചെയ്യണം. PYQs ചെയ്താൽ മാത്രമേ അത് കിട്ടും. പിന്നെയോ കറണ്ട് അഫയേഴ്സ് അല്ലേ. അപ്പം നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തെ എന്തൊക്കെ മാറ്റങ്ങൾ, അത് ഇന്ത്യയിൽ അതുപോലെ ഏറ്റവും പ്രസിദ്ധമായ ലോകത്ത് നടന്നിരിക്കുന്ന ഏറ്റവും പ്രസിദ്ധങ്ങളായ ഇവൻസുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെയോ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിൽ എന്തെങ്കിലും അതായത് ലോകശ്രദ്ധ ആർജിച്ച സംഭവങ്ങളൊക്കെ ഉണ്ട് അത്. പക്ഷെ കേരളത്തിലെ എല്ലാ ചെറിയ പദ്ധതികൾ പോലും എന്ത് ചെയ്യണം, ഒന്ന് വായിച്ച് മനസ്സിലാക്കണം. ആ രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ആ ഒരു കറണ്ട് അഫയേഴ്സിനെ കാണാൻ. അതുപോലെ ഇപ്പം നമുക്കറിയാം ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നൊബേൽ പുരസ്കാരം, അത് എല്ലാം വായിച്ചു പോകണം. ആർക്ക്, എന്തിന്, അവരുടെ സ്ഥലങ്ങൾ, പ്ലേസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ പഠിച്ചിരിക്കണം. അതുകൊണ്ട് നൊബേൽ പുരസ്കാരത്തിൻ്റെ ഒക്കെ ഒറ്റ ഷീറ്റിൽ എല്ലാം എഴുതി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി ഒരു പ്രാവശ്യങ്ങൾ അതിലൂടെ ഒന്ന് കണ്ണോടിച്ച് പോയി കഴിഞ്ഞാൽ അതെന്തായാലും മനസ്സിൽ പതിഞ്ഞിരിക്കും. അതിൽ നിന്നൊരു ചോദ്യം ഉറപ്പാണ്. പിന്നെ ജ്ഞാനപീഠ പുരസ്കാരം, അങ്ങനെ പിന്നെ മാൻ ബുക്കർ പ്രൈസ്, മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ്, അങ്ങനെയുള്ള പുരസ്കാരങ്ങൾ, ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് പോലുള്ള കാര്യങ്ങളില്ലേ, അങ്ങനത്തെ സമ്മാനങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെപ്പറ്റി ഒരു അവെയർ ഉണ്ടാക്കി വെക്കണം. അതൊക്കെ എന്ത് ചെയ്യുക, ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് പോകാം. നിങ്ങൾക്കറിയാം ഇപ്പം ജനുവരിയിൽ നമ്മളെ അടുത്ത് നോട്ട്സ് ഉണ്ടാവും, ഫെബ്രുവരിയിൽ നോട്ട്സ്, പക്ഷേ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് നോട്ട് ചെയ്ത് പോകുക. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പം 2-3 കളർ പെന്നുകൾ ഉപയോഗിക്കുക. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു നീലയോ അല്ലെങ്കിൽ കറുപ്പോ മഷി പെന്നുകൊണ്ട് ഉപയോഗിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയത് നമ്മൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവണമെങ്കിൽ അത് റെഡിങ് കൊണ്ട് ഉപയോഗിക്കുക. അങ്ങനെ കളറുകൾ മാറ്റി പെന്നുകൾ ഉപയോഗിച്ച് നോട്ട്സുകൾ തയ്യാറാക്കിയാൽ കുറച്ചും കൂടി എഫക്റ്റീവായിരിക്കും. പിന്നെയോ നമുക്കറിയാം കേരള നവോത്ഥാന നായകന്മാരെ പറ്റിയിട്ട് എപ്പോഴും ചോദിക്കുന്ന ചോദ്യം അല്ലേ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് നോക്കി അത് ഉറപ്പിക്കുക. അടുത്തത് എന്താണ് നമ്മൾ പറഞ്ഞത് തന്നെ, മോക്ക് ടെസ്റ്റ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. ഈ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങൾക്ക് എത്ര PYQs ചെയ്യാൻ പറ്റുന്ന അത്രയും നിങ്ങൾ ആ ജോലിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ദിവസം ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 ടെസ്റ്റ് പേപ്പറെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യുക. അത് ചെയ്തിട്ട് അതിൻ്റെ ഫാക്ട്സുകൾ നിങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ ആദ്യം മനസ്സിലാക്കുക. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ട്സ്, എന്തുകൊണ്ടാണ് എനിക്ക് അവിടെ തെറ്റ് പറ്റിയത്, അത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് 100% ഉറപ്പിക്കാം ഈ സിവിൽ എക്സൈസ് ഓഫീസർ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിന് ഒരു മടിയും കാണിക്കരുത്. നിങ്ങൾ നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക, PYQs കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുക. നല്ല രീതിയിൽ സമയമെടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന സമയം 1 മണിക്കൂർ 15 മിനിറ്റ് ആണെങ്കിൽ ആ 1 മണിക്കൂർ 15 മിനിറ്റ് മാത്രമേ നിങ്ങൾ എക്സാം എഴുതാൻ ഉപയോഗിക്കാവൂ. അതിനുശേഷം നിങ്ങൾ എക്സാം അനാലിസിസ് ചെയ്യുക. എന്തൊക്കെയാണ് തെറ്റിയത്, എന്താണ് അവിടെ എറർ വരാനുള്ള കാരണം എന്ന് മനസ്സിലാക്കുക. സെൽഫ് സ്റ്റഡി നടത്തുക. അതിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യുക, മനസ്സിലാക്കി അടുത്ത പരീക്ഷ എഴുതുക. ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ 14 ദിവസം കൊണ്ട് നിങ്ങൾ എത്ര പരീക്ഷ എഴുതി?
14x3 42 പരീക്ഷ എഴുതി അല്ലേ? 42 പരീക്ഷ എഴുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമാണോ? അപ്പം നിങ്ങൾക്ക് ആ ഒരു സെഷനെ പറ്റിയിട്ട് സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ വരുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഓരോ സെക്ഷനിലും നിങ്ങളെ വീക്കായ ഭാഗങ്ങൾ പോലും കുറച്ചുകൂടി സ്ട്രോങ് ആവുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, മാത്സ് ആണെങ്കിലും മലയാളമാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? PYQs തന്നെയാണ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ പോയിട്ട് നിങ്ങൾ മാത്സിലൊരു ഇപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന 1 മാർക്കാണ്. പക്ഷേ PYQs ചെയ്താലോ, അത് ഡെയിലി ഒരു പ്രാക്ടീസ് ആയി കഴിഞ്ഞാലോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 10 മാർക്കാണ്. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുക? മാക്സിമം ഇങ്ങനത്തെ റിപ്പീറ്റഡ് ആണെങ്കിൽ അതിനൊരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം PYQs ചെയ്ത് ആ മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇനി ഇൻ കേസ് ഇപ്പോൾ എന്താണ്, നമുക്കിപ്പോൾ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് വലിയൊരു അറിവില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ പോർഷന് കുറച്ചുകൂടി ഡെപ്തിൽ പഠിക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ ലാസ്റ്റ് മൊമെന്റിൽ പോയിട്ട് അത് ചെയ്യാൻ നിൽക്കരുത്. ഞാൻ പറഞ്ഞതാണ്, ഇനിയുള്ള ഒരു പരീക്ഷയ്ക്കാണെങ്കിൽ ഇപ്പോഴേ തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? PYQs ചെയ്യുക. ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ നമ്മൾ വളരെ വീക്കാണെങ്കിൽ ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ നല്ല രീതിയിൽ ഇതാക്കുക. പിന്നീടുള്ള ലാസ്റ്റ് ഫൈനൽ ടച്ചപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ OMR ഷീറ്റിൽ തന്നെ പരീക്ഷ എഴുതാൻ നോക്കുക. നിങ്ങൾക്ക് അവസാനം നമുക്ക് ചിലപ്പോൾ എന്താ ഒരു OMR ഷീറ്റൊക്കെ ആയിരിക്കും നമ്മുടെ കയ്യിൽ. ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക, അതിൽ മാർക്ക് ചെയ്യുക, ഈ മാർക്ക് ചെയ്ത് എന്താ ടിക്കിടുക, എന്നിട്ട് എറർ എവിടെയൊക്കെയാണ് വന്നതെന്ന് ഇതാക്കുക. ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഒന്ന് ആക്യുറസി ഉണ്ടാവും. രണ്ടാമത്തെ എന്താണ്? നമുക്ക് പിന്നെ എന്താണ്? സ്പീഡ്. നമുക്ക് നമ്മുടെ ടൈമിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനാണ് സമയം വെച്ച് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ എഫക്റ്റീവായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു പരീക്ഷ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഉറച്ച ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഞാൻ ഈ ജനറിക് സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.